പോലീസിന്റെ വാഹനങ്ങൾ എനിക്ക് പിന്നിലൂടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹം കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ വീഥിയിലേക്ക് എത്തിയേക്കാം. അതിന് മുന്നോടിയായി ഉന്നത ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്നു. പൈലറ്റ് വാഹനം ഏറ്റവും മുമ്പിൽ കടന്നു വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7ാം തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി പോലീസ് സ്റ്റേഷന്റെ ബാലരാമപുരം പോലീസിന്റെ പൈലറ്റ് വാഹനവ്യൂഹമാണ് കടന്നുപോകുന്നത്. അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഈ വീതിയിലൂടെ കടന്നു വരികയാണ്. മണിക്കൂറുകളായി അക്ഷമരായി കാത്തുനിൽക്കുന്ന ബിജെപി പ്രവർത്തകരും ഈ നാട്ടിലെ സാധാരണക്കാരായ ഗ്രാമീണ ജനതയ്ക്കും നടുവിലൂടെ കൈവീശിക്കൊണ്ട് പ്രവർത്തകരെ അദ്ദേഹം കൈവീശി കാണിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇടത് സർക്കാരിനെതിരായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഏത് തരത്തിലായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഏറെ പ്രതീക്ഷയോടെ ബിജെപി കാത്തിരിക്കുകയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെയും 10,000-കണക്കിന് ബിജെപി പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ടാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവസാനവട്ടം ഇവിടേക്ക് നടത്തുന്ന സന്ദർശനമെന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇതാ ഈ റോഡിലൂടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഈ വാഹനവ്യൂഹത്തിൽ അദ്ദേഹം കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കോൺവോയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ കൈവീശി കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്ക് കടന്നു പോവുകയാണ്. 100 കണക്കിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്, റോഡിന് ഇരുവശവും തിങ്ങി നിൽക്കുന്ന 100 കണക്കിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൌണ്ടിലേക്ക് ഏതാണ്ട് 5 മിനിറ്റിനകത്ത് എത്തിച്ചേരും. അദ്ദേഹം ഇതാ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൌണ്ടിലേക്ക് പോകുന്നതിനിടയിൽ റോഡിലിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നടുവിലൂടെയാണ് പ്രധാനമന്ത്രി നമ്മുടെ ജനൌഷധി കേന്ദ്രങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ 1000-കണക്കിന് ജനൌഷധി കേന്ദ്രങ്ങളുണ്ട്. അത് चलो साइड पे ചുട്ടുപൊള്ളുന്ന ചൂടിൽ മണിക്കൂറുകളായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാത്തിരുന്ന ബിജെപി പ്രവർത്തകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി ഇപ്പോൾ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിലെത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്ര മണിക്കൂറുകളായി അദ്ദേഹത്തെ കാത്തിരുന്ന, പൊരിവെയിലത്ത് അദ്ദേഹത്തെ കാത്തിരുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം റോഡിലിറങ്ങിയിരിക്കുകയാണ്. റോഡിലിറങ്ങി പ്രവർത്തകരെ ഇരുവശത്തും കാത്തിരുന്ന, മണിക്കൂറുകളായി കാത്തിരുന്ന പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തേക്ക് കുതിക്കുന്നത്. എല്ലാ പ്രവർത്തകരെയും കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കോളേജ് മൈതാനത്തേക്ക്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. തന്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം കൈവീശി ഇരുവശത്തും നിൽക്കുന്ന പ്രവർത്തകരെ, സാധാരണക്കാരായ ജനങ്ങളെ കൈവീശി കാണിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് സാധാരണക്കാർ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഗ്രാമീണ പ്രദേശമായ കാട്ടാക്കടയിലേക്കാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്.